പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടെ നിന്നാണ് നമ്മുടെ സങ്കേതം. കർത്താവേ, 62-ാം സങ്കീർത്തനം 5 മുതലുള്ള വചനം ഞങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ നിന്നാണ് ഞങ്ങളുടെ ആശ്വാസം. അവിടെ നിന്നാണ് ഞങ്ങളുടെ അപേക്ഷയില്ല. അവിടെ നിന്നാണ് ഞങ്ങളുടെ സങ്കേതം. അവിടെ നിന്ന് മാത്രമാണ് ഞങ്ങളുടെ മോചന ദ്രവ്യം. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ആശയറ്റവരെ ആശ്വസിപ്പിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിൻ്റെ അതിദാരുണമായ പീഡാസഹനത്തെ തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും നിൻ്റെ ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റയക്കണമേ. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇളങ്കാറ്റ് സകല ഹൃദയങ്ങളിലും ആഞ്ഞടിക്കട്ടെ. ദൈവമേ, ദൈവമായ കർത്താവേ, ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ചോദിക്കുന്നവർക്ക് അത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, സകലത് ഞങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങളുടെ തേജസ് ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവേ, കനിയണമേ. യേശുവേ, കനിയണമേ. ദാവീദിൻ്റെ പുത്ര യേശുക്രിസ്തുവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ വിശപ്പും ദാഹവും നീക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ പീഡകളെ നീക്കിക്കളയണമേ. രോഗവും പീഡകളും ഞങ്ങളിൽ നിന്ന് മാറട്ടെ. ദൈവരാജ്യത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചാലും. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാർ തോമാസ്ലിഹായെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാർ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ, ദൂതരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമീൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 28, തിരുവചനം 1 മുതൽ. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറവുണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകുന്നുവെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ. ഈശോ മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുകുട്ടികളെ, ഈ തിരുവചന ഭാഗം സകല ജനത്തിൻ്റെയും പ്രത്യാശയ്ക്കും കാത്തിരിപ്പിനുമുള്ള എന്നേക്കുമായിട്ടുള്ള ഉത്തരവും കൂടി നൽകുന്നതാണ്. ഈ വലിയ കൃപ സന്ദേശം മനുഷ്യന് നൽകുന്നത് പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ നേരിട്ടല്ല. പുത്രനായ ഈശോ ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, കല്ലറയിൽ 3 നാൾ കിടക്കുകയും ചെയ്തു. അവൻ്റെ കല്ലറയിലെത്തിയ ഭക്തസ്ത്രീകളോട്
ദൈവിക രഹസ്യത്തിൻ്റെ മുഴുവൻ ആഴങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിച്ചയച്ചിരിക്കുന്നത് അവിടുത്തെ ദൂതരെയാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായവും മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായവും ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. അതായത് യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ഉത്ഥാനവും. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സത്വാർത്ത ലോകത്തോട് അറിയിച്ചത് ദൈവത്തിൻ്റെ മാലാഖയാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള രഹസ്യം മഗ്ദലന മറിയത്തിനും മറ്റേ മറിയത്തിനും മറ്റുള്ളവർക്കും ഒന്നാമതായി വെളിപ്പെടുത്തി കൊടുത്തത് ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ്. മിശിഹായുടെ ജീവിതത്തിൻ്റെ ആത്യന്ത്യം ഈ മാലാഖമാരുടെ അതിശ്രേഷ്ഠമായ ഇടപെടലും പ്രവർത്തനങ്ങളും ശുശ്രൂഷയും കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലായിരിക്കുന്ന ഈശോ പിശാചുമായി പോരാടി വിജയശ്രീലാളിതനായി നിൽക്കുന്ന കർത്താവ് അതേസമയം തന്നെ അവിടുന്ന് ശാരീരികമായി ക്ഷീണിതനുമായിരിക്കണം. കാരണം 40 ദിവസത്തെ ഉപവാസം. ആ മിശിഹായെക്കുറിച്ച് 4-ാം അധ്യായത്തിലെ 11-ാം വചനം നാം ഇപ്രകാരമാണ് വായിക്കുക: അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. തൻ്റെ പുത്രൻ്റെ നൊമ്പരപ്പാടുകളിൽ അവനെ ആശ്വസിപ്പിക്കുവാനും അവനോട് ചേർന്നിരിക്കുവാനും ദൈവം പിതാവ് മാലാഖമാരെ അയച്ചു. മാലാഖമാർ കൈയും കെട്ടിയല്ല ഇരിക്കുക, ക്രിസ്തു മിശിഹായെ ശുശ്രൂഷിച്ചു. പ്രിയ സഹോദരങ്ങളെ, ജനനം മുതൽ ഉത്ഥാനം വരെ ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തിൽ ഈ മാലാഖമാരുടെ ശുശ്രൂഷ സംലഭ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെ സംഭവിക്കണം. നമുക്ക് മാലാഖമാരോട് ഭക്തി ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവത്തിന് നാം ശരണപ്പെട്ട് പ്രാർത്ഥിക്കണം. ആ സമയത്ത് നാം ഓർക്കണം, ദൈവം തൻ്റെ ദൂതരെ അയക്കുമെന്നും. അയക്കുക തന്നെ ചെയ്യും. ഇതാ എത്രമാത്രം നെടുവീർപ്പോടെയും വിഷമത്തോടെയും വേദനയോടെയുമാണ് ഈ സ്ത്രീകൾ വെളുപ്പാൻ കാലത്ത് കല്ലറയിലേക്ക് പോയത്. അതിരാവിലെ, അത് ആ കാലഘട്ടത്തിന് ചേർന്ന കാര്യം പോലുമല്ല. അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നു. കുഴിമാടത്തിൽ കർത്താവിനെ കാണുന്നില്ല, കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് സങ്കീർണമാണ്, ദുഃഖമാണ് അവളുടെ മനസ്സ്. ആ ദുഃഖസാഗരത്തെ ആനന്ദ സംഗീതമാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ മാലാഖയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അവൻ ഇവിടെയില്ല, അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഉത്ഥാനം ചെയ്തു. അപ്പോൾ യേശു അരുളി ചെയ്ത വചനത്തെക്കുറിച്ച് മാലാഖമാർക്ക് നല്ല അറിവും ബോധ്യവും ഉണ്ട് എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. യേശു എന്താ അരുളി ചെയ്തിരുന്നത്? നിങ്ങൾ ഈ ആലയം തകർക്കുക, ഞാൻ 3 ദിവസത്തിനകം പടുത്തുയർത്തും. തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും 3 പ്രാവശ്യം യേശു അസന്നിഗ്ധമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെക്കുറിച്ച് മാലാഖയ്ക്കറിയാം. അതാണ് പറയുന്നത്, അരുളി ചെയ്തിരുന്നത് പോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥാന രഹസ്യം അറിയാനും അനുഭവിക്കുവാനും ആനന്ദിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം അവിടുത്തെ മാലാഖയെ നമ്മുടെ പക്കലേക്ക് അയക്കാൻ. മാലാഖ വന്നാലോ വീണ്ടും വീണ്ടും ആ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ മാലാഖമാരുടെ ഇടപെടൽ അതിശക്തവും വ്യക്തവുമായ വിധത്തിൽ കാണുന്ന ഒരു തിരുവചന ഭാഗമാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം അധ്യായം 1. ഉത്ഥാന രഹസ്യം നമ്മളിത് ചേർത്ത് വായിച്ചാലാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ സുഖം, രസം മനസ്സിലാവുകയുള്ളൂ. ജനന രഹസ്യം, ഉത്ഥാന രഹസ്യം. ഇനി യേശുവിൻ്റെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു രഹസ്യമുണ്ട്. അത് ഏതായിരിക്കാം? പറയൂ, നിങ്ങൾ പറയാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കുകയും അതിനുശേഷം ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വന്നത് ശരിയാണെന്ന് ചെക്ക് ചെയ്താൽ മതി. എന്താണ് ആ ഉത്ഥാന രഹസ്യത്തിൻ്റെ പ്രത്യേകത? ജനനം, ഉത്ഥാനം. 3ാമത്തെ രഹസ്യം വെളിപ്പെടുത്തുവാൻ വേറൊരാൾ വന്നിട്ടുണ്ട്. ആരത്? കേട്ടുള്ളൂ. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ, എവൻ ഉത്ഥാനം ചെയ്ത മെശിഹ ഇതാ സ്വർഗാരോഹണം ചെയ്യുകയാണ്. മഹിമപ്രതാപനായി തേജോമയനായി സ്വർഗീയ ഗണങ്ങളോടുകൂടി അവൻ ഉത്ഥാനം സ്വർഗത്തിലേക്ക് പോവുകയാണ്, സ്വർഗാരോഹണം നടക്കുകയാണ്. ഇതാ
തിരുവചനം പറയുന്നു, ആ സമയത്ത് അവർ നോക്കി നിൽക്കുകയാണ്. ആര്? അപ്പസ്തോലന്മാർ. അങ്ങനെ നോക്കി നിൽക്കവേ, ഹല്ലേലൂയ, നോക്കി നിൽക്കവേ എന്ത് സംഭവിച്ചു? വെള്ള വസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. അപ്പസ്തോലന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. എന്താ പറയുന്നത്? അലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ എന്തുകൊണ്ട് വണ്ടടിച്ച് നിൽക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കുന്നു? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. 2 രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലുണ്ട് അവിടെ. അപ്പസ്തോലന്മാർ ഇതിങ്ങനെ നോക്കി നിൽക്കുക, മിശിഹായുടെ ഉത്ഥാനം. അപ്പോൾ അത് എന്ത് ആണ്? ആ സ്വർഗാരോഹണം, മിശിഹായുടെ സ്വർഗാരോഹണം അപ്പസ്തോലന്മാർ നോക്കി നിൽക്കുക. ആ നോക്കി നിൽപ്പിലാണ് മാലാഖ ഇങ്ങനെ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? റെസറക്റ്റഡ് ക്രൈസ്റ്റ്, ഉത്ഥാനം ചെയ്ത മിശിഹ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന രഹസ്യം വെളിപ്പെടുത്തി. അവൻ എവിടേക്കാണ് പോയത്? പിതാവിൻ്റെ പക്കലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. യേശുവിൻ്റെ അസെൻഷൻ, സ്വർഗാരോഹണം, ഗ്ലോറിഫിക്കേഷൻ, മഹത്വീകരണം, അതാണ് മാലാഖ ഇവിടെ വെളിപ്പെടുത്തിയത്. ഇനി അതുമാത്രമല്ല, യേശുവിൻ്റെ ജീവിതം അവിടം കൊണ്ടൊന്നും തീരുന്നതല്ല. അഥവാ രക്ഷാകര ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ അവിടം കൊണ്ടും തീരുന്നില്ല. ഇനി എന്താ സംഭവിക്കാനിരിക്കുന്നത്? ഇനി ഒരു കാര്യം കൂടി സംഭവിക്കാനുണ്ട്. എന്തത്? അവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും. പരൂസിയ, എസ്കത്തോളജി, യുഗാന്ത്യോന്മുഖം. അവൻ പോയതുപോലെ തിരിച്ചു വരും. സകലരെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ, കൂട്ടിക്കൊണ്ടുപോകുവാൻ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിശിഹാ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നത്, ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യുന്നത്, നമ്മുടെ ജീവിത പാതകളിൽ പ്രകാശമാനമാക്കി മാറ്റുന്നത് അവിടുന്ന് നയിക്കുന്ന മാലാഖമാരിലൂടെയാണ്. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ ഉത്ഥാനം, യേശുവിൻ്റെ സ്വർഗാരോഹണം, യേശുവിൻ്റെ 2ാം വരവ്, ഇതെല്ലാം വ്യക്തവും കൃത്യവുമായ വിധത്തിൽ മനുഷ്യാത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവം അയച്ച മാലാഖയാണ്. അതുകൊണ്ടാണ് നാം ഓർക്കേണ്ടത്, മിശിഹാ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റണം. ആ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയണം, കർത്താവേ, നിന്റെ മാലാഖയെ അയച്ചാലും. ഇതാ ഞാൻ സങ്കീർണതയിലാണ്, സംഘർഷത്തിലാണ്, കൂരിരുട്ടിലാണ്, അവ്യക്തതയിലാണ്, അജ്ഞതയിലാണ്, അന്ധതയിലാണ്. എൻ്റെ അന്തരംഗത്തെ, എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബത്തെ തേജോമയമാക്കാൻ ദൈവമേ, നിന്റെ മാലാഖ വരട്ടെ. മാലാഖ വരുമ്പോൾ പറയും, അലയോ ഗലീലിയരെ. അത് രസമുള്ളൊരു വചനം. അലയോ ഗലീലിയരെ, അലയോ മനുഷ്യരെ, അലയോ യുവാക്കളെ, അലയോ യുവതികളെ, നിങ്ങൾ എന്തിനീ ലോകത്തിൻ്റെ കെട്ടിലും മട്ടിലും കഴിയുന്നു? നിങ്ങൾ എന്തിനീ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്നുഴലുന്നു? നിങ്ങൾ എന്തിന് ഈ ലോകത്തിൻ്റെ അധിപന്മാരുടെ പിടിയിൽ കിടന്ന് ഞെരുങ്ങുന്നു? നിങ്ങളുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു, നിങ്ങളുടെ രക്ഷകൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇതാ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നു. അവൻ നിങ്ങളുടെ പക്കലേക്ക് വീണ്ടും വരും, നിങ്ങളെ നയിക്കുവാൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുവാൻ. ഓർക്കൂ, മാലാഖ പറഞ്ഞത് പൂർത്തിയാവുകയാണ്. ആ സമയത്ത് തന്നെ പല പ്രാവശ്യം കർത്താവ് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തന്നെയല്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ മരിക്കുന്നതിന് മുൻപ് വ്യക്തമായി പറയുന്നുമുണ്ട്, ഞാൻ വീണ്ടും നിങ്ങളുടെ പക്കലേക്ക് വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ വരും. 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 22-ാം വചനത്തിൽ പറയും, ഞാൻ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് വരും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ടവരെ, കടന്നു വരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാത്രമോ, ഏത് ബന്ധനത്തിലും മുക്തിയുടെ മാർഗം നമുക്ക് വ്യക്തമാക്കുവാൻ, വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ മതി. ദൈവം അപ്പോൾ മാലാഖയെ അയക്കും. അപ്പസ്തോലന്മാർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നടപടി പുസ്തകം 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വചനം. ഈ കാരാഗ്രഹത്തിൽ, അന്നുള്ള പല കാരാഗ്രഹത്തിൻ്റെയും പ്രത്യേകത വളരെ ഇടുങ്ങിയ വാതിലാണ്, ഇരുമ്പ് വാതിലാണ്. ഈ വാതിലിൽ പൊളിക്കുക, കടക്കുക എന്നുള്ളത് സങ്കീർണമാണ്. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ കാരാഗ്രഹവാസത്തിലാണ് അപ്പസ്തോലന്മാർ. ഇതാ, അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. വചനം പറയുകയാണ്, എന്ത് സംഭവിച്ചു? രാത്രി കർത്താവിൻ്റെ ദൂതൻ
കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു. നോക്കിക്കേ, ഇത്തിരി ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും മനസ്സിലാവില്ല. ദൃഢമായ വിശ്വാസവും ആഴമായ വിശ്വാസവും ദൈവവചനത്തോടുള്ള ആഴമായ ബന്ധവും നമ്മൾ ആർജിക്കുമ്പോഴാണ് ഇതെല്ലാം ഗ്രഹിക്കാനാവുക. പ്രിയപ്പെട്ടവരെ, നോക്കുക, വചനം പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ. മാലാഖയ്ക്ക് രക്ഷാകര പദ്ധതിയിൽ ഒരു പങ്കുണ്ട്. ദൈവവചന പ്രഘോഷണ മേഖലയിൽ ഒരു സ്ഥാനമുണ്ട്. ദൈവവചന ശുശ്രൂഷയിൽ ഒരു സ്ഥാനമുണ്ട്. പരിശുദ്ധ കൂദാശയുടെ പരികർമ്മത്തിലൊരു സ്ഥാനമുണ്ട്. ആ മാലാഖയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ ഗണങ്ങൾ ഇതാ കാരാഗ്രഹ വാതിലിൻ്റെ പൂട്ടുകൾ അഴിക്കുക മാത്രമല്ല, അവരെ പുറത്തു കൊണ്ടുവന്ന് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട, നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട. നവജീവന്റെ വചനം, ദൈവവചനത്തിൻ്റെ പ്രത്യേകത അവിടെ ആവിഷ്കരിക്കുകയാണ്. നവജീവന്റെ വചനം നിങ്ങൾ പ്രസംഗിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാലാഖയുടെ കരസ്പർശനവും സാന്നിധ്യവും കൂടി ലഭിച്ചപ്പോൾ സ്ലീഹന്മാർ സകലവിധ പീഡനങ്ങളുടെയും നടുവിൽ ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. വീണ്ടും സ്വർഗത്തിൻ്റെ സാക്ഷ്യം വരുമ്പോൾ, സാക്ഷികളുടെ ഒരു വൻനിര അവർക്ക് ചുറ്റും ചേർന്നപ്പോൾ പീഡകളുടെ നടുവിൽ സധൈര്യം പറഞ്ഞു, ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റു. ആകാശത്തിൻ കീഴിൽ ഭൂമിക്ക് മധ്യേ രക്ഷയ്ക്കായി വേറെ നാമമില്ല, വേറെ വഴികളില്ല, വേറെ ബലികളില്ല, വേറെ പൂജകളില്ല, വേറെ പ്രാർത്ഥനകളില്ല. ദൈവത്തിലേക്ക് തിരിയുക. ഹല്ലേലൂയ. ക്രിസ്തുവിലേക്ക് തിരിയുക. മാലാഖമാരുടെ സാന്നിധ്യം അപ്പസ്തോലന്മാരെ അങ്ങേയറ്റം ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാലാഖമാർ വഴി നടത്താൻ നമ്മെ സഹായിക്കും, കർമാദികൾ ചെയ്യുവാൻ സഹായിക്കും. നടപടി പുസ്തകം 8-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ, എത്യോപ്യക്കാരൻ ഷണ്ടൻ്റെ ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ ഒരു ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിലെത്തുക. എങ്ങോട്ട് നടക്കണം? എന്ത് ചെയ്യണം? എവിടെ ചേരണം? ആരോട് പക്ഷം ചേരണം? ആരുടെ കാര്യത്തിൽ ഇടപെടണം? ആരെ സഹായിക്കണം? ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ഇതാ മാലാഖ ഫിലിപ്പോസിനെ നയിക്കുകയാണ്. ഫിലിപ്പോസിനെ നയിക്കുന്നു. ഫിലിപ്പോസ് ആ ഷണ്ടൻ്റെ അടുത്ത് ചെല്ലുന്നു. അവനെ ദൈവവചനത്തിലേക്ക് ആകർഷിക്കുന്നു. ദൈവാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, സ്നാനം നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള കാര്യം എന്താ? അത് അവ്യക്തതകളും സംശയങ്ങളും പ്രതിസന്ധികളും. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരിൽ ആശ്രയിക്കണം, ആരെ അഭയം തേടണം, ഇങ്ങനെയുള്ള ഓരോരോ ഘട്ടങ്ങൾ വരുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് ആശങ്കയില്ലാതെ വലിയ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖം നോക്കാൻ പറ്റണം. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുഖം, തിരുസന്നിധാനത്തിൽ തിരുവോസ്തി രൂപനായി എന്നും വാഴുന്ന കർത്താവ്, ഇന്നലെ ഇന്നു എന്നും ഒരുവനായി തിരുവോസ്തിയിൽ നിൽക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം തിരിയുമ്പോൾ ദൈവം നിശ്ചയമായും ഉറപ്പായും നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കാതുകളിൽ മന്ത്രിക്കാൻ വേണ്ടി, നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കരങ്ങൾക്ക് ബലം പകരുവാൻ വേണ്ടി, ഇതാണ് വഴി, ഇതിലെ നടക്കുമെന്ന് പറയുവാൻ വേണ്ടി അവിടുന്ന് നേരെ മാലാഖയെ അയക്കും. തനിയെയുള്ള നടത്തവും തനിയെയുള്ള ചിന്തയും തനിയെയുള്ള പ്രവൃത്തിയൊക്കെ അത്ര സുഗമമാകണമെന്നില്ല, അത്ര വിജയകരമായി തീരണമെന്നില്ല. എന്നാൽ കൂട്ടായ്മയിൽ വിശ്വസ്തരായ കൂട്ടുകാരോട് ചേർന്ന് നാം പ്രവർത്തിക്കുമ്പോൾ, മാതാപിതാക്കളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഒട്ടനവധി കാര്യങ്ങൾ വിചാരിച്ചതിലും സുഗമമായി, ലളിതമായി, എളുപ്പത്തിൽ തീരുന്നതും വിജയിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഇത് മണ്ണിലെ കാര്യം. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ സംശുദ്ധി നിറഞ്ഞ, സ്വർഗത്തിൻ്റെ ദിവ്യ പ്രകാശമേറ്റ, ദിവ്യ സ്നേഹത്തിൻ്റെ തലോടലിൽ നിൽക്കുന്ന മാലാഖമാരുടെയും വിശുദ്ധരുടെയും സഹായം നമുക്കുണ്ടാകുമ്പോൾ ആ സഹായം എത്ര വലുതായിരിക്കും, ആ കരവലയം എത്ര സുരക്ഷിതമായിരിക്കും, ആ കരസ്പർശനം എത്ര ആർദ്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കാനാകട്ടെ,
കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഈ വചനങ്ങളെല്ലാം ഓർത്തോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. അതുപോലെ പ്രത്യാശയോടെ ദൈവം അയക്കും, ദൈവം വരും തൻ്റെ മാലാഖയുമായിട്ട്. ഞാൻ ഓർക്കുക, ഒരു ഹെർബർട്ടിൻ്റെ കഥയാണ്. ഈ ഹെർബർട്ട് എല്ലാ അർത്ഥത്തിലും നിരീശ്വര പ്രസ്ഥാനത്തിൽ മുഴുകിയ ഒരു മനുഷ്യനാണ്. ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഒരനക്കവും ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ മനുഷ്യനാണ് ഈ ഹെർബർട്ട്. എന്നെ ആർക്കും നന്നാക്കാൻ പറ്റില്ല, എനിക്കും ഇനി നന്നാകാൻ പറ്റില്ല, അതായിരുന്നു അയാളുടെ പ്രയോഗം. സ്വയം പറയും എനിക്കിനി നന്നാകാൻ പറ്റില്ല, ഉപദേശിക്കുന്നവരോട് പറയും നന്നാകണമെന്ന് പറയുന്നവരോട് പറയും എന്നെ ആർക്കും ഇനി നന്നാക്കാനും പറ്റില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട ഒരു പ്രേക്ഷിത 17 വർഷക്കാലം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു. 17 വർഷക്കാലം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇത് ഇയാൾക്ക് പോലും അറിയില്ല. പക്ഷേ ഈ കാര്യം ഇയാളുടെ വാക്കുകൾ ഈ സ്ത്രീക്കറിയാം. അവരിങ്ങനെ പ്രാർത്ഥിച്ച് ഒരു നാളിൽ ആരും പറയാതെ അയാൾ വെറുതെ വഴിയോരത്തുകൂടി നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഹൈവേ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ബാനർ കണ്ടു, ദൈവവചന ശുശ്രൂഷയും രോഗശാന്തിയും. ഇങ്ങനെയുള്ളൊരു ബാനർ വെറുതെ ഒന്നിറങ്ങി, ഇവിടെ നടക്കുന്ന തട്ടിപ്പൊക്കെ തിരിച്ചറിയാൻ എന്ന് ഇറങ്ങിച്ചെന്നു, വചനം കേട്ടു. ആ നിമിഷത്ത് ആ 1 മണിക്കൂറുള്ള വചന ശുശ്രൂഷയിൽ തന്നെ ഈ തണ്ടനായ കരുത്തുണ്ട് എന്ന് വിചാരിച്ച മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് പരിശുദ്ധ കുമ്പസാരം നടത്തി തിരിച്ചു വരുമ്പോൾ പറയുകയാണ്, മൈ ലോർഡ്, മൈ ജീസസ് ട്രാൻസ്ഫോംഡ് മീ, കൺവേർട്ടഡ് മീ. എൻ്റെ യേശു എന്നെ രൂപാന്തരപ്പെടുത്തി, എന്നെ മാനസാന്തരപ്പെടുത്തി, എന്നെ പുതിയ സൃഷ്ടിയാക്കി. എൻ്റെ യേശു എന്നെ മാനസാന്തരപ്പെടുത്തി, എന്നെ രൂപാന്തരപ്പെടുത്തി, എന്നെ പുതിയ സൃഷ്ടിയാക്കി. പ്രിയ ദൈവജനമേ, ഈ ലോകത്തിൽ നമ്മുടെ കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല, നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ഹൈവേയിലൂടെ ബസ്സിൽ യാത്ര ചെയ്ത മനുഷ്യന് ആരാണ് അവിടെ പ്രേരണ കൊടുത്തത് ഈ ബാനർ കാണാൻ, അവിടെ ഇറങ്ങുവാൻ? അവിടെ നടക്കുന്ന തട്ടിപ്പാണ് എന്ന് വിചാരിച്ച തട്ടിപ്പ് തിരിച്ചറിയാൻ പോകുവാൻ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ള പദ്ധതി. നമ്മെ എല്ലാവരെ കുറിച്ചും ആ പദ്ധതിയുണ്ട്. ആ പദ്ധതി നടപ്പാക്കാൻ അനേകം വ്യൂഹം മാലാഖമാരെ ദൈവം അനുദിനം ഈ മണ്ണിലേക്ക് അയക്കുന്നുണ്ട്. ആ മാലാഖമാരുടെ സാന്നിധ്യം, ആ മാലാഖമാരുടെ സഹായം നമുക്ക് മറക്കാതിരിക്കാം. അതനുസരിച്ച് അവരുടെ പ്രചോദനം കേട്ട് നമുക്ക് പ്രവർത്തിക്കാം. ദൈവം തീർച്ചയായിട്ടും ഇതൊന്നുമില്ലാതെ പരിശുദ്ധാത്മാവിലൂടെ പുത്രൻ്റെ പുത്രനിലൂടെ താൻ തന്നെയും നമ്മിൽ പ്രവർത്തിക്കും എന്നൊരു സംശയവും വേണ്ട. പക്ഷേ ദൈവത്തിന് പലപ്പോഴും അവിടുത്തെ പദ്ധതികൾ നടപ്പാക്കാൻ പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മാർഗവും ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്ന ദൂതരുമാണ് മാലാഖമാർ. ഒരു ദൂതൻ പെട്ടെന്ന്, കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം കൊണ്ട് നിറഞ്ഞു. നടപടി പുസ്തകം 12-ാം അധ്യായത്തിൽ കാരാഗ്രഹത്തിൽ നടക്കുന്ന അത്ഭുതത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം ഇരുമ്പ് കവാടങ്ങൾ തുറന്ന് അപ്പസ്തോലനെ രക്ഷിച്ച കഥയാണ് അവിടെ നാം കാണുക. മാലാഖമാർ ഇരുമ്പ് കവാടങ്ങൾ തുറന്ന് അപ്പസ്തോലന്മാരെ രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം നിരവധി പ്രാവശ്യം നമുക്ക് കാണാം നടപടി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മാലാഖമാർ അപ്പസ്തോലന്മാരെയും ആദിമ ക്രൈസ്തവ സമൂഹത്തെയും സമുദ്ധരിക്കുന്നതും നയിക്കുന്നതും സഹായിക്കുന്നതുമായ രംഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. നമ്മെ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന, അമർത്തി വെച്ചിരിക്കുന്ന അടിമത്തത്തിൻ്റെ ചങ്ങലകൾ വിട്ടുപോകട്ടെ. നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന എല്ലാ ആസക്തികളുടെയും ബന്ധനങ്ങൾ നമ്മെ വിട്ടുപോകട്ടെ. എല്ലാ അജ്ഞതയുടെയും അന്ധതയുടെയും ദുരാത്മാവ് നമ്മെ വിട്ടുപോകട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം, ഉത്ഥാനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടെ നമ്മെ ഉയർത്തട്ടെ. ഓ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവേ, ത്രിത്വൈക ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ വലയം ചെയ്യട്ടെ. അവിടുത്തെ മാലാഖമാരും വിശുദ്ധരും ഞങ്ങൾക്ക് സഹായത്തിന് പാഞ്ഞു വരട്ടെ. അവരുടെ സഹായവും അവരുടെ സാന്നിധ്യവും കൂടെയുള്ള നടത്തവും നടുപ്പും ഞങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി നിന്നെ മഹത്വപ്പെടുത്തി സ്വർഗരാജ്യത്തിൻ്റെ തേജസ്സിൽ എത്തിച്ചേരുവാൻ ഇടയാകട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടത്തേക്ക് എന്നും സ്തുതിയും ആരാധനയും സ്തോത്രവും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.